സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇന്ന് ഏപ്രിൽ 1 ഈ മാസം 9 സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇനിയിപ്പോൾ പരസ്യ പ്രചരണത്തിന് 7-ാം ദിവസം മാത്രമേ ഉള്ളൂ. 8-ാം തീയതി നിശബ്ദ പ്രചരണമാണ്. 9-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എന്തായാലും പുതിയൊരു സർക്കാരിനെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാം തന്നെ. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ നാറിയ ഭരണം, ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ പുറത്തു വന്ന അഭിപ്രായ സർവേകളെല്ലാം തന്നെ UDF അധികാരത്തിലേക്ക് എത്തുമെന്നാണ് പ്രവചിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു മാധ്യമ സ്ഥാപനമായ മനോരമ നടത്തിയ അവരുടെ ഒരു അഭിപ്രായ സർവേ, സി വോട്ടറുമായി ചേർന്നുകൊണ്ട് നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ആ സർവേയിലും UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തും. LDFനെ തൂത്തെറിഞ്ഞുകൊണ്ട് LDF ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് UDF അധികാരത്തിലേക്ക് മടങ്ങി വരും എന്നാണ് ഈ സർവേ പറയുന്നത്. 2016 മുതൽ 10 വർഷത്തോളം UDF പ്രതിപക്ഷത്താണ്. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന UDF ഇത്തവണ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. സർവേ പ്രകാരം UDFന് 69 മുതൽ 81 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. UDF അങ്ങനെ വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. മറുവശത്ത് LDFന് 57 മുതൽ 69 സീറ്റുകൾ വരെയാണ് പരമാവധി പ്രവചിക്കുന്നത്. അതായത് അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ LDFന് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നാണ് ഈ സർവേ പറയുന്നത്. 140 മണ്ഡലങ്ങളിൽ നിന്ന് 90,000-ഓളം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടാണ് മനോരമയും സി വോട്ടറും ചേർന്നുകൊണ്ട് ഇത്തരമൊരു അഭിപ്രായ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. 14 ജില്ലകളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും 14 ജില്ലകളിലും ഏതൊക്കെ മുന്നണികൾക്കാകും ഭൂരിപക്ഷം അല്ലെങ്കിൽ മേധാവിത്വം എന്നതും സംബന്ധിച്ച് ഈ സർവേയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിട്ട മധ്യ കേരളത്തിലെ പല ജില്ലകളും ഇത്തവണ UDFനൊപ്പം വരുമെന്നാണ് ഈ സർവേ പറയുന്നത്. പത്തനംതിട്ട, ഒപ്പം തന്നെ ഇടുക്കി, കോട്ടയം, എറണാകുളം, വടക്കൻ ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറം, ഒപ്പം തന്നെ വയനാട് എല്ലാം UDFന്റെ ഒരു അപ്രമാദിത്വം ഉണ്ടാകുമെന്നാണ് സർവേ പറയുന്നത്. എറണാകുളത്തും മലപ്പുറത്തുമൊക്കെ തന്നെ ക്ലീൻ സ്വീപ്പ് UDF നടത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ UDFന് ഒരു മുന്നേറ്റം നടത്താൻ കഴിയാഞ്ഞ ഒരു സീറ്റിലൊക്കെ തന്നെ ഒതുങ്ങിപ്പോയ ഒപ്പം ഈ പറയുന്ന പോലെ തൃശ്ശൂർ പോലെയുള്ള ജില്ലകൾ, കോഴിക്കോട് പോലെയുള്ള ജില്ലകൾ, പാലക്കാട്, ഇവിടെയൊക്കെ തന്നെ UDF നില മെച്ചപ്പെടുത്തുമെന്നും ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിലവിൽ ഒരു സീറ്റ് മാത്രമാണ് UDFനുള്ളത്. അത് 4 സീറ്റുകൾ വരെയായിട്ട് വർദ്ധിക്കാം എന്ന് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൊല്ലത്ത് 5 മുതൽ 7 സീറ്റുകൾ വരെ UDFന് ലഭിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് എന്ന് സർവേ ഫലം പറയുന്നുണ്ട്. ആലപ്പുഴയിൽ 3 സീറ്റുകൾ വരെ, നിലവിൽ 1 സീറ്റുകൾ മാത്രമാണുള്ളത്. ആലപ്പുഴയിൽ 3 സീറ്റുകൾ വരെ UDFന് നേടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കോഴിക്കോട് കഴിഞ്ഞ തവണ UDFന് 2 സീറ്റുകളാണുള്ളത്. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് 1 സീറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അത് 2 സീറ്റ് എന്നുള്ളത് 5 സീറ്റുകൾ വരെയായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് UDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. UDF തരംഗം സംസ്ഥാനത്ത് അലയടിക്കുന്നു എന്നാണ് ഈ സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDFന് ഇത്തവണ ഭരണം നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന മനോരമ സി വോട്ടർ അഭിപ്രായ സർവേ ഫലം കൂടി നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ്.